എല്ലാവർക്കും നമസ്കാരം. നമ്മൾ LK ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് 2026 മോഡൽ എന്നുള്ള ഈ സിപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇതിനെ ഒന്ന് നമ്മൾ എക്സ്ട്രാക്ട് ഹിയർ കൊടുത്തു കഴിയുമ്പോൾ ഇത് ഒരു ഫോൾഡറായിട്ട് മാറും. ഈ ഫോൾഡർ തുറന്നു കഴിയുമ്പോൾ നമുക്കിതിനകത്ത് install.sh എന്നുള്ള ഒരു ഫയൽ കാണാം. ഇതിൽ നിന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസിൽ പോയി പെർമിഷൻ നോക്കുക. ഇവിടെ അലോ എക്സിക്യൂട്ടിംഗ് ഫയൽസ് ആസ് പ്രോഗ്രാം എന്നുള്ളത് ഉണ്ട് എന്ന് ഉറപ്പാക്കുക. അതിനുശേഷം ഈ ഫയലൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് റൺ ആസ് എ പ്രോഗ്രാം കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിൻ്റെ പാസ്വേഡ് ചോദിക്കും. സിസ്റ്റം പാസ്വേഡ് കൊടുക്കുക. ഈ സമയത്ത് നമ്മുടെ പരീക്ഷ ഇതിനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പരീക്ഷ ഇൻസ്റ്റാൾ ചെയ്തു. നമ്മുടെ സെയിം യൂസർ തന്നെയാണ് നമ്മൾ ഈ പരീക്ഷയിൽ നടത്തുന്നത്. ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഓക്കെ കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോൾ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആവശ്യപ്പെടും. അങ്ങനെ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്ത് വന്നു കഴിയുന്ന സമയത്ത് നമുക്കിതാ ഇവിടെ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യണം. ചെയ്ത് കഴിയുമ്പോൾ ഇവിടെയായിട്ട് ലിറ്റിൽ കൈറ്റ്സ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഈ പാനലിൽ ലിറ്റിൽ കൈറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് 2006 മോഡൽ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടാവും. സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ പാസ്വേഡ് കൊടുക്കുക. സിസ്റ്റത്തിൻ്റെ പാസ്വേഡ് തന്നെയാണ്. കൊടുത്തു കഴിയുമ്പോൾ കുറച്ചൊരല്പസമയം എടുക്കും. നമ്മുടെ പരീക്ഷാ സോഫ്റ്റ്വെയർ തുറന്നു വരും. തുറന്നു വന്ന പരീക്ഷാ സോഫ്റ്റ്വെയറിൽ നമുക്കിതാ ഇവിടെ ഈ ഇൻവിജിലേറ്റർ, നമുക്കിവിടെ ചീഫിൻ്റെ ആവശ്യമില്ല. ഇൻവിജിലേറ്ററിൻ്റെ ഭാഗത്ത് നമുക്കവിടെ മോഡൽ എന്ന യൂസർ നെയിമും മോഡൽ എന്ന പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതാ ഇവിടെ ലിറ്റിൽ കൈറ്റ്സ് പ്രിലിമിനറി എക്സാമിനേഷൻ മോഡൽ കൊടുക്കുക. ഇവിടെ നമുക്ക് കാണാം. ഇവിടെ നമ്മൾ രജിസ്റ്റർ സ്റ്റുഡൻറ്റിനെ കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ സെലക്ട് യുവർ മീഡിയം, നമ്മൾ ഏത് മീഡിയത്തിലാണോ അത് കൊടുക്കുക. ഇവിടെ രജിസ്റ്റർ നമ്പർ 1 2 3 4 5 6 7 8, പാസ്വേഡ് ക്യാപ്സ് ലോക്ക് ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ മോഡലാണ്. രജിസ്റ്റർ കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഡയലോഗ് പോപ്പപ്പ് വിൻഡോ വരും. ഇവിടെ യെസ് കൊടുക്കുക. നമുക്കിതാ ഇവിടെ നിർദ്ദേശങ്ങൾ കാണാം. നിർദ്ദേശങ്ങൾ നമുക്ക് ഇത് കുട്ടികൾക്കും ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. നിർദ്ദേശങ്ങൾ ഇവയാണ്. നമുക്ക് വായിച്ചതിന് ശേഷം സ്റ്റാർട്ട് എക്സാം കൊടുക്കാം. അപ്പോൾ ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ എക്സാം ലോഡ് ചെയ്ത് വരും. ഇത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യനെക്കുറിച്ച് മൈൻഡ് ചെയ്യേണ്ട, കാരണം ഇതൊരല്പം ബുദ്ധിമുട്ടായുള്ള ക്വസ്റ്റ്യനുകളായിരിക്കാം. പക്ഷേ അത് നിങ്ങൾ ഇപ്പോൾ കണക്ക് കൂട്ടണ്ട. നമ്മളിതൊരു മോക്ക് ടെസ്റ്റ് പോലെ നമുക്കൊരു മനസ്സിലാക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒന്നാണ്. ഇവിടെ നമ്മൾ 1 മുതലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ ഏതാണോ ഉത്തരം, ആ ഉത്തരങ്ങൾ നമ്മൾ ചെയ്തു പോകുന്നു. അങ്ങനെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഒന്നുകിൽ നമ്മൾ സ്കിപ്പ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്യുക. എല്ലാം ചെയ്തതിന് ശേഷം ഇനിയുള്ള കുറച്ചുകൂടി ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ്. നമുക്ക് ഒന്നെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അതിന് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കേണ്ട. എല്ലാ ക്വസ്റ്റ്യനുകൾക്കും ആൻസർ, കാരണം മൈനസ് മാർക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാ ക്വസ്റ്റ്യനുകൾക്കും ആൻസർ ചെയ്തോട്ടെ. അതിനുശേഷം നമുക്കിവിടെ ഗ്രൂപ്പ് 2 പോവാം. ഗ്രൂപ്പ് 2 ഇതുപോലെ തന്നെ ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കൊടുക്കുകയോ സ്കിപ്പ് ചെയ്യുകയോ ചെയ്യാം. അങ്ങനെ ഇവിടെയുള്ള 10 ചോദ്യങ്ങൾ, അങ്ങനെ മൊത്തം 20 ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം നൽകി കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ അവസാനിക്കും. അപ്പോൾ നമുക്ക് ഫിനിഷ് എക്സാം കൊടുക്കാവുന്നതാണ്. ഫിനിഷ് എക്സാം കൊടുത്ത് അതിന് ബാക്കിയുള്ള ഇത് കുട്ടികൾക്ക് നമ്മളൊന്ന് ഡെമോ അവർക്ക് എങ്ങനെയാണ് എക്സാം എന്ന് പരിശീലിക്കുന്നതിന് വേണ്ടിയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫിനിഷ് എക്സാം കൊടുക്കുന്നതോടെ കഴിഞ്ഞു. അപ്പോൾ എക്സാം അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഉടനെ തന്നെ കുട്ടിയുടെ മാർക്കൊന്നും തെളിഞ്ഞു വരില്ല. അപ്പോൾ അത് നമ്മൾ കുട്ടിയോട് പറയുകയൊന്നും വേണ്ട. മാർക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ടെന്നുള്ള അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളവരൊന്നും പറയണ്ട. അപ്പോൾ ഇത് കഴിയുന്നതോടുകൂടി എക്സാം അവസാനിച്ചു. നമുക്ക് പുറത്ത് കിടക്കാം. ഇനി ഈ എക്സാം കളയുന്നതിന് വേണ്ടി നമ്മൾ ഈ സോഫ്റ്റ്വെയർ കുട്ടികളെല്ലാം ചെയ്ത് പരിശീലിച്ചതിന് ശേഷം നമുക്ക് ഈ സോഫ്റ്റ്വെയർ അൺഇൻസ്റ്റാൾ ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് ഡൗൺലോഡ്സിൽ പോയാൽ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന LK ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു ഫോൾഡറുണ്ട്. ആ ഫോൾഡറിൽ അൺഇൻസ്റ്റാൾ ഒരു സിപ്പുണ്ട്. അതിനെ ഒന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് അൺഇൻസ്റ്റാൾ കൊടുത്താൽ നമുക്ക് uninstaller.sh ഉണ്ട്. ഇത് റൺ ആസ് എ പ്രോഗ്രാം കൊടുത്താൽ നമ്മൾ യെസ് കൊടുക്കുന്നു. ഇവിടെ നമ്മുടെ സിസ്റ്റത്തിൻ്റെ പാസ്വേഡ് കൊടുക്കുന്നതോടെ നമ്മുടെ ഈ ഒരു നമ്മൾ ചെയ്തിരിക്കുന്ന ഈ ഒരു മോഡൽ ടെസ്റ്റ് പൂർണ്ണമായിട്ടും നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് അൺഇൻസ്റ്റാളായി പോകുന്നതായിരിക്കും. ഇതൊക്കെ ഒരല്പം സമയം എടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കുക. ഇതല്പം സമയം അതിന് വേണ്ടിയുണ്ട്. അപ്പോൾ എക്സാം ഹാസ് ബീൻ റിമൂവ്, പ്ലീസ് റീസ്റ്റാർട്ട് ദ കമ്പ്യൂട്ടർ. നമ്മൾ എല്ലാ തവണയും
ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷവും അല്ലാതെ നമ്മൾ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതിലൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു.